പാചകവാതക ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പാചകവാതക പ്രതിസന്ധിയിലും പ്രവർത്തനത്തെ ബാധിക്കാതെ അമ്മാടം ഗീത ഹോട്ടൽ. 4 പതിറ്റാണ്ടുകാലത്തെ പഴമയുടെ പാരമ്പര്യമാണ് അമ്മാടം സെന്ററിൽ പ്രവർത്തിക്കുന്ന ഗീത ഹോട്ടലിനുള്ളത്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരവെ പാചകവാതകക്ഷാമം നാടൊന്നാകെ ഭീഷണിയാകുന്ന കാലഘട്ടം. കേരളത്തിൽ ഇതിനകം ഒട്ടേറെ ഹോട്ടലുകളാണ് പ്രതിസന്ധി നേരിടാനാകാതെ നിശ്ചലമായത്. എന്നാൽ പഴമയേറെയുള്ള അമ്മാടം ഗീത ഹോട്ടലിന് ഇന്നും നിലനിൽപ്പ് നൽകുകയാണ് വിറകടുപ്പെന്ന സംവിധാനം. പുളിവിറകും ചിരട്ടയും കരിയും ഉപയോഗിച്ചുള്ള വിറകടുപ്പ് പഴമയുടെ രുചിക്കൊപ്പം പുതുമയും നൽകുന്നു. പാർലം സ്വദേശി വെട്ടിയാട്ടിൽ കൊച്ചുമോൻ ശാരദ ദമ്പതികൾ 1965 അമ്മാടം പാരീസ് നഗറിൽ ഗീത ചായക്കട എന്ന ചെറിയൊരു കച്ചവടം തുടങ്ങുന്നത്. പിന്നീട് 82 അമ്മാടം സെന്ററിൽ ഇന്നുള്ള ഗീത ഹോട്ടലായി പ്രവർത്തനം മാറ്റി. നാളിതുവരെയും ഗീത ഹോട്ടലിൽ പാചകവാതകം ഉപയോഗിച്ചിട്ടില്ല എന്നത് ഏറെ പ്രത്യേകത. വിറകുപയോഗിച്ച് പാചകം ചെയ്യുന്ന വിഭവങ്ങൾക്ക് രുചി കൂടുതലാണെന്ന് ഗീത ഹോട്ടലിലെ മുതിർന്ന ജീവനക്കാരനായ ദേവൻ പറയുന്നു. 82 തൊട്ട് തുടങ്ങിയിട്ടുള്ളതാ. അതിനു മുന്നേ വേറെ സ്ഥലത്തായിരുന്നു. 1965 തൊട്ട് അവർ അച്ഛനമ്മയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ചങ്ങ് പാടത്തേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ 1982 തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ്. അപ്പം ഞാൻ തന്നെ 1992 വന്നതാണ്. ഒരു സുമാർ ഒരു 10-33 വർഷമാവും. ഗ്യാസില്ല. ഇപ്പോൾ കംപ്ലീറ്റ് വറകായിരുന്നു. മുമ്പ് ചിരട്ടയായിരുന്നു. അന്ന് ചിരട്ടയ്ക്ക് വില കുറവായ കാരണം ചിരട്ട ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കരിയും മറ്റേ ചായക്കുള്ളത് കരി, മറ്റേത് പുളിവിറകാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും നമുക്ക് ബാധിക്കില്ല. ഗ്യാസില്ലെങ്കിലും ഓടും. അതെ, വിറകുള്ളിടത്തോളം കാലം ഇതാവും. വിറക് തന്നെ ലാഭം. മറ്റേ പുകയും ഇതൊന്നും ഇല്ലാത്തതിന് ഗ്യാസാണ് ഉപയോഗിക്കാറ്. മറ്റുള്ള ആൾക്കാരെ നമുക്ക് പിന്നെ വിറകായി പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയില്ലേ, വർഷങ്ങളോളം. വേറൊരാൾ പുതിയതായിട്ട് വരുന്ന സമയത്ത് ഇവിടെ പുക ഭയങ്കരമായി പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് അത്ര ഇതുള്ളൂ. ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നല്ല പുളിവിറകിൻ്റെ നമ്മളിപ്പോൾ വിറക് ഉപയോഗിക്കുന്നതാണെങ്കിൽ പാത്രത്തിൻ്റെതായാലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം വരും. അന്നേരം നമ്മൾ ചായ ഉപയോഗിക്കുന്നതായാലും ചെമ്പിൻ്റെ ബോയിലറിലാണ്. അത് വർഷങ്ങളായി ഞാൻ വരുന്നതിന് മുമ്പേ തൊട്ടുള്ളതാണ്. ആ ഇത് 2 കുടം വെള്ളം കുടിക്കുന്നതാണ്. അത് തിളപ്പിച്ച് അതിലത്തെ ശുദ്ധമായ ആ വെള്ളം കുടിക്കുന്നതും അതുമാതിരി കുടിവെള്ളം നമ്മൾ ചെമ്പിലാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ആ വെള്ളം കൊടുക്കാനും നല്ല ഇതാണ്, കഴിക്കുന്നതിന് നല്ലതാണ്. മറ്റുള്ള ഇപ്പോൾ വരുന്നതൊക്കെ മെറ്റീരിയൽസ് അലുമിനിയം ഇതൊക്കെ അല്ലേ, അതൊക്കെ വിഷാംശങ്ങൾ അടങ്ങിയതും ഇതൊക്കെയാണ്. അല്ലാണ്ട് അത് അത്യാവശ്യം പണ്ടുള്ളതിനെക്കാട്ടിലുണ്ട്, മുമ്പ് ഉള്ളതിനെക്കാട്ടിലും പിന്നെ നല്ല ആൾക്കാർ വരുന്നുണ്ട്. വർഷങ്ങൾ പിന്നിടുന്നതിനിടെ ന്യൂജൻ കോഫി ഷോപ്പുകൾ ഉൾപ്പെടെ അമ്മാടത്ത് പല ഹോട്ടലുകളും തുറന്നു. എന്നാൽ ഗീത ഹോട്ടലിലെ രുചിയേറും വിഭവങ്ങളാണ് ഏവരുടെയും മനസ്സു നിറച്ചത്. ഊണ് കൂടാതെ പൊറോട്ട, മസാലദോശ, ഇഡലി, വെള്ളയപ്പം, ദോശ, ഉഴുന്നുവട, പഴംപൊരി, പരിപ്പുവട, ചായ, വറുത്തമീൻ, ബീഫ് തുടങ്ങിയ വിഭവങ്ങളെല്ലാം ഗീത ഹോട്ടലിൽ ഇന്നും രുചിയോടെ വിളമ്പുകയാണ്. കച്ചവടം തുടങ്ങിവെച്ച കൊച്ചുമോൻ ശാരദ ദമ്പതികളുടെ കാലശേഷം ഇവരുടെ മക്കളായ ചന്ദ്രശേഖരൻ, മണി, ഷാജു, രാജു, ചെറുമക്കൾ എന്നിവർ ഹോട്ടലിന്റെ അമരക്കാരായി. തലമുറകൾ അനുഭവിച്ചറിഞ്ഞ രുചി ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് അമ്മാടത്തെ ഗീത ഹോട്ടലിൽ. അതുകൊണ്ടുതന്നെ പാചകവാതകമെന്ന പ്രതിസന്ധിക്ക് ഒരു സ്ഥാനവുമില്ല വിറകടുപ്പുള്ള അമ്മാടം ഗീത ഹോട്ടലിൽ.